കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗം. അപ്പോ ഇസ്ലാമിക നവോത്ഥാനം ചർച്ച ചെയ്യാൻ മൗലവി കൊണ്ടുവരുന്നത് ആരെയാണ്? CPM-ന്റെ കേന്ദ്ര പോളിറ്റ് മെമ്പറായ ശ്രീ പിണറായി വിജയനെയാണ്. മദ്രസ വിദ്യാഭ്യാസ രംഗത്താണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം നടന്നത്. അപ്പോ ചാലിലകത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനം ഉഷാറാണ്. ചാലിലകത്ത് കുറെ വിദ്യാഭ്യാസ പ്രവർത്തനമൊക്കെ നടത്തിയിരിക്കണ എന്ന് വന്നാൽ സഹോദരന്മാരെ, അതെങ്ങനെയാണ് വഹാബികൾക്ക് ലാഭമുള്ള പരിപാടിയാവുക? ഖൈറു ഉമ്മ എന്ന വിശേഷണത്തിന് അർഹമാകും വിധം ഈ ഉമ്മത്തിൽ നിന്ന് എന്തൊക്കെയാണോ സമൂഹം അനുഭവിക്കേണ്ടത് അതെല്ലാം സാമൂഹ്യപരവും രാഷ്ട്രീയപരവും ആത്മീയപരവും മതപരവുമായി കൈമാറാൻ ഉൾക്കരുത്തുള്ളവരായിരുന്നു 921 വരെ ഈ നാട്ടിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ. അവരൊന്നിനും കൊള്ളാത്തവരായിരുന്നില്ല. പക്ഷേ 21-ൽ നജദിയൻ തീവ്രവാദവും ഈജിപ്ഷ്യൻ യുക്തിവാദവും ചേരുവ ചേർത്തൊരു കപട നവോത്ഥാനം കൊണ്ടുവരുമ്പോൾ ഇവിടെ വഹാബി പുരോഹിതന്മാർ കാര്യമായി പറഞ്ഞൊരാശയം എന്താണ്? 21 വരെയുള്ള ഇസ്ലാം വ്യാജമാണ്, അതുവരെയുള്ള മുസ്ലിമീങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നതാണ്. തീർത്തും തെറ്റായ ഒരു ആശയ പ്രചാരണമായിരുന്നു അത്. ഇന്നും വഹാബികൾ നിർവാദം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ കൊണ്ടുവന്നതാണ് കാപട്യം നിറഞ്ഞ ആശയധാര എന്നും അത് ഇസ്ലാമിന്റെ നവോത്ഥാനമല്ല എന്നും നമ്മൾ പറയുമ്പോൾ മൗലവിമാർ പറയുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ബംഗാളികളെ പോലെ അവിടെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് പോകാത്ത അവസ്ഥ വന്നത് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ടാണ് എന്നാണ്. വഹാബി നവോത്ഥാനം കാപട്യമാണെന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെയുള്ള സുന്നികൾ പോലും വഹാബി നവോത്ഥാനത്തിന്റെ ചെലവിലാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ മൗലവിമാർ കവലകളിൽ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. മതരംഗത്ത്, വിശ്വാസരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് കേരളത്തിന്റെ പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങളിലുള്ള ആളുകളെക്കാൾ ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിലുമുള്ള മുസ്ലിം സമൂഹത്തെക്കാൾ അഭിമാനകരമായ ഒരു അവസ്ഥയിൽ ഈ സമൂഹത്തിന് ജീവിക്കാൻ ഇന്ന് കഴിയുന്നത് ആ നവോത്ഥാന പ്രവർത്തകന്മാർ, ഇസ്ലാഹി പണ്ഡിതന്മാർ രംഗത്തിറങ്ങുകയും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സന്ദേശത്തിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിക്കുകയും ചെയ്തതുകൊണ്ടാണ്. നല്ല മൂർഖം പാമ്പിന്റെ കടി കൊണ്ട് വിഷമേറ്റു മരിച്ചുപോയ ഒരാളെ മറമാടാൻ കൊണ്ടുപോകുന്നത് കണ്ടപ്പോ നമ്മുടെ എട്ടുകാരി മമ്മൂഞ്ഞി പറയാണ്, എന്നോട് കളിച്ച അങ്ങനെ ഉണ്ടാകും, ഞാൻ ഉണ്ടായതുകൊണ്ടാണ് ആള് മയ്യത്തായത് എന്ന്. ഇതുപോലെയുള്ള വിവരക്കേടാണ് സഹോദരന്മാരെ ഈ പറയുന്നത്. കേരളത്തിലെ സമൂഹം മുസ്ലിമീങ്ങൾ മാത്രമല്ല, കേരളീയ സമൂഹം തന്നെ ഇന്ത്യ രാജ്യത്തെ ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തരായ പ്രബുദ്ധ നേടിയവരാണ്. അത് രാഷ്ട്രീയപരമായ പ്രബുദ്ധതയുണ്ട്, വിദ്യാഭ്യാസപരമായ പ്രബുദ്ധതയുണ്ട്, സാമൂഹ്യപരമായ പ്രബുദ്ധതയുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ കൂട്ടത്തിൽ പലതും മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ ഉണർവിനും ഉത്തേജനത്തിനും നിമിത്തങ്ങളായി നിന്നിട്ടുണ്ട്. അത് കാലോചിതമായ പരിവർത്തനങ്ങളാണ്. അല്ലാതെ 21-ന്റെ മുമ്പ് മൊത്തം ഗ്രഹണവും 21-ന്റെ ശേഷം വഹാബികൾ വന്നപ്പോൾ വലിയ സൂര്യപ്രകാശവുമാണ് എന്ന് പറയുന്നത് യാതൊരു ചരിത്ര പിൻബലവും ഇല്ലാത്ത വിടുവായിത്തമാണ്. അല്ലെങ്കിൽ ഇന്ന് ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും അതേപോലെ ബംഗാളിൽ നിന്നും യുപിയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലെ ഇവിടെ നിന്ന് നമ്മളും പോകേണ്ടി വരുമായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോഴും അന്യ സംസ്ഥാനങ്ങളിലേക്ക് കേരളീയർ പോകുന്നുണ്ട് മൗലവിമാരെ. അതാരാണ്? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ വിശാലമായ ഭൂപടത്തിന്റെ അകത്തലങ്ങളിൽ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ചരിത്രപരമായ പിന്നോക്കാവസ്ഥയെ നിർണ്ണയിക്കുകയും നിർവചിക്കുകയും ചെയ്തുകൊണ്ട് അവർക്കൊക്കെ ചിറകു പിടിപ്പിക്കാൻ അറിവും അന്നവും അതുപോലെ വെള്ളവും തൊഴിലും നൽകി കേരളത്തിൽ നിന്ന് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ ഈ രാജ്യത്ത് കരുപ്പിടിപ്പിച്ച ആത്മീയ നവോത്ഥാനത്തിന്റെ ചിറക് വെച്ച് പിടിപ്പിക്കാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാൽ കേരളീയ മുസ്ലിമീങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുവന്നു എന്ന് പറയുന്ന മുജാഹിദുകളുടെ അവസ്ഥ ഇന്ന് എവിടെയുള്ളത്? എടവണ്ണങ്ങാടിയിൽ വന്ന 2 പാലുണ്ട്, ഒന്ന് സീരിയാജി പാലവും ഒന്ന് ജമാലങ്ങാടി പാലവുമാണ്. ഈ 2 പാലത്തിന്റെ ഇടക്ക് തൗഹീദ് ഇന്നും തീരുമാനമാക്കാതെ തമ്മിലടിച്ച് സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് ഈ വഹാബി ഉപരിപ്ലവം എന്തുകൊണ്ട് അധപ്പതിച്ചു പോയി എന്ന് ചോദിച്ചാൽ ആത്മാവില്ലാത്ത പ്രകടനപരതയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ള കൂലിയെടുപ്പുമായിരുന്നു വഹാബി പുരോഹിതന്മാർ ഇവിടെ നടത്തിയത് എന്നതുകൊണ്ടാണ്. ആനുകാലിക മുസ്ലിം ഇന്ത്യയുടെ പ്രശ്നങ്ങളെ നിർവചിച്ചുകൊണ്ട് എന്ത് ചുക്കും ചുണ്ണാമ്പുമാണ് വഹാബി പുരോഹിതർ സമകാലികമായി മുസ്ലിം ഇന്ത്യക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മമ്പുറന്തങ്ങളുടെയും ഉമർഖാദിയുടെയും മഹദൂമമാരുടെയും ആത്മീയമായ പാരമ്പര്യത്തിന്റെ കാലടിപ്പാടുകളെ അങ്ങനെ തന്നെ പിന്തുടർന്നുകൊണ്ട് മഹാനായ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ ഇന്ത്യ ഒട്ടുക്കും സഞ്ചരിച്ച് അവർക്ക് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്നത്, അറിവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 20-ൽ ആരംഭിച്ചു എന്ന് പറയുന്ന കരിഞ്ചന്ത എവിടെ തുടങ്ങി ഇന്ന് അതവിടെ എത്തി നിൽക്കുന്നു എന്നത് അവർക്ക് പോലും നിശ്ചയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യം ഇവിടെ ഉണ്ടായത് ഈ നവോത്ഥാനത്തിന്റെ ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കേരളത്തിന്റെ കവലകളിൽ ചിലപ്പോൾ രാഷ്ട്രീയക്കാർ പറയും, ഞങ്ങൾ ഉണ്ടായിട്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ വെളിച്ചം വെക്കുന്നത്. ഇതുപോലെ വഹാബികൾ പറയും, ഞങ്ങൾ ഉണ്ടായിട്ടാണ് ഇങ്ങനെ വെളിച്ചം വെക്കുന്നത്. എന്നാൽ വസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കിയാൽ ഹിജ്റ 5-ൽ സ്വഹാബികളിലൂടെ ആരംഭിച്ച ഇസ്ലാമിന്റെ ആധ്യാത്മിക നവോത്ഥാനം ആത്മീയ സരണികളിലൂടെ, മഖ്ദൂമുമാരിലൂടെ, കോഴിക്കോട് കാളിമാരിലൂടെ, ഹളർമൗത്തിലെ സാദാത്തുക്കളിലൂടെ ഈ രാജ്യത്ത് ഇടതടവില്ലാതെ സംരക്ഷിച്ചു പോകുന്നു എന്നതാണ് കേരളീയ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായി ഇന്ന് കാണുന്ന പ്രബുദ്ധതക്കും ഇന്ന് കാണുന്ന പുരോഗതിക്കും നിമിത്തമായി പറയാനുള്ളത്. ഇസ്ലാം എന്ന ചുമരി ഇവിടെ ഉണ്ടാക്കിയത് മുസ്ലിം പണ്ഡിതന്മാരാണ്. ആ ചുമരിലാണ് രാഷ്ട്രീയക്കാർ വന്ന് ചിത്രം വരച്ചത്, ആ ചുമരിലാണ് വഹാബികൾ വന്ന് ചിത്രം വരച്ചത്, ആ ചുമരിലാണ് മൗദൂദികൾ വന്ന് ചിത്രം വരച്ചത്. ആ ചിത്രം വരക്കാൻ ഒരു ചുമരി ഇവിടെ സംരക്ഷിച്ചത് ഇടതടവില്ലാതെ ഇവിടെ വഴിഞ്ഞൊഴുകിയ ആധ്യാത്മികമായ പാരമ്പര്യ നവോത്ഥാനമാണ് എന്ന് ഈ രാജ്യത്തെ വഹാബികൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും വിശ്വാസികൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഈ മുസ്ലിയാക്കന്മാർക്ക് ആ നവോത്ഥാനം പിടിക്കുമോ? ഇല്ല. കാരണം മുസ്ലിയാക്കന്മാർ ഇസ്ലാമിന്റെ ഇസ്ലാഹ് മനസ്സിലാക്കുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളെയും വസ്തുതകളെയും മുമ്പിൽ വെച്ചുകൊണ്ടാണ്. ഈ നവോത്ഥാനത്തെ കുറിച്ച് അവർ പറയുന്നതെന്ന് കേട്ടു നോക്കൂ. നമ്മൾ ഇസ്ലാമിക ഉമ്മത്തിനെ കാലത്തും അഭിമാനിക്കാവുന്ന ചരിത്രങ്ങളെ അടയാളപ്പെടുത്തി കടന്നുപോയ ആ ഒരു കാലഘട്ടത്തിലെ ജനസഞ്ചയത്തിന്റെ മുഖത്ത് കരിവാരി തെച്ചുകൊണ്ട് ആ സമുദായത്തിന്റെ ചരിത്രങ്ങളെ സമ്പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാനും തേജോവധം ചെയ്യുവാനും ശ്രമിച്ചുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ആ പൂർവിക ഉമ്മത്തിന്റെ ചരിത്രങ്ങളെ കട്ടെടുത്തുകൊണ്ട് അവരുടെ സ്വന്തമായ അഡ്രസ്സിലേക്ക് ചേർത്തി വെച്ചുകൊണ്ടും 1920-കളിൽ ഇവിടെ ഒരു
കപട നവോത്ഥാനം ആരംഭിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളുടെ വിവിധ ഗ്രൂപ്പുകളും ജമാഅത്തെ ഇസ്ലാമിയും തുടങ്ങി ഈ ഉമ്മത്തിന്റെ അകത്തളങ്ങളിൽ രൂപപ്പെട്ടു വന്ന അവാന്തര വിഭാഗങ്ങളുടെ മുഴുവനും അടിവേരായി നമുക്ക് അടയാളപ്പെടുത്താവുന്ന 921 ഒരു കപട നവോത്ഥാനമുണ്ട്. യഥാർത്ഥത്തിൽ അതിനെ നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും കാപട്യമാണ്. ആ നവോത്ഥാനത്തെ ഇസ്ലാമിക നവോത്ഥാനം എന്ന് പറയുന്നത് കാപട്യമാണ്, കളവാണ്. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ അടിത്തറയുണ്ട്. ആമിനു കമാ ആമനന്നാസ്. ഇസ്ലാമിന്റെ നവോത്ഥാനം സാധിപ്പിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ്? മഹാരഥന്മാരായ സ്വഹാബിമാരെ ഫോളോ ചെയ്തുകൊണ്ടാണ്. ആ സ്വഹാബിമാരാണ് കേരളത്തിൽ മതം കൊണ്ടുവന്നത്. അവരെ ഫോളോ ചെയ്തുകൊണ്ടാണ് മഖ്ദൂമുമാർ ഇവിടെ നവോത്ഥാനം സാധിപ്പിച്ചത്. അങ്ങനെയാണ് കോഴിക്കോട് ഖാദിമാര് നവോത്ഥാനത്തെ കരുപിടിപ്പിച്ചത്. അങ്ങനെയാണ് ഹദർമൗത്തിലെ സാദാത്തുക്കൾ ഇസ്ലാമിന്റെ നവോത്ഥാന സംരംഭങ്ങളെ ഇവിടെ പുഷ്കലമായി പടുത്തുയർത്തിയത്. എന്നാൽ വഹാബികളുടെ നവോത്ഥാനം കാപട്യമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ സമുദായം അഭിമുഖീകരിക്കുന്ന വലിയ പ്രത്യാഘാതമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വലനാഖിറു ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിന്റെ പിൽക്കാലത്ത് വരുന്ന ചില ആളുകൾ മുൻഗാമികളായ ആളുകളെ ആക്ഷേപിക്കുന്ന കാലം വരുമെന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രപഞ്ച പര്യവസാനത്തിന്റെ അടയാളങ്ങളായി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇതാണ് വഹാബി നവോത്ഥാനത്തിലൂടെ നമ്മൾ കണ്ടത്. പൗരാണികരെ ആക്ഷേപിക്കുകയും അപമതിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ്. എന്തുകൊണ്ട്? അവർ സ്വഹാബിമാരെ അവമതിച്ചുകൊണ്ട് എഴുതിയ എത്രയോ ലേഖനങ്ങൾ അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ ഇന്നും രേഖപ്പെട്ട് കിടക്കുകയാണ്. കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ പോലെ ഈ രാജ്യത്തെ സ്വഹാബികളും പരിഗണനയിലല്ല എന്ന് എഴുതി വെച്ചവർ വഹാബികളാണ്. അവർ സ്വഹാബികളെ ഫോളോ ചെയ്തില്ല. ആ സ്വഹാബികളിൽ നിന്നും മതം ഏറ്റെടുത്ത പൂർവികരായ ആളുകളെയും അവർ അവമതിക്കുകയാണ്. അവർ എഴുതിയത് എന്താണ്? അതുവരെ ഇവിടെ ഗ്രഹണമാണ്, ഇരുട്ടാണ്. 21 വരെ ഇവിടെ ആകെ ഇരുട്ടിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യയിൽ പ്രബോധനത്തിന് വരുന്നതിന്റെ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ പശ്ചാത്തലം പോലെ കേരളീയ മുസ്ലിം സമുദായത്തിന്റെ സാമുദായിക അന്തരീക്ഷം ഇരുളടഞ്ഞു പോയിരുന്നു എന്ന് പൗരാണികരെ ആക്ഷേപിക്കുക എന്ന സമുദായത്തിന്റെ അപജയമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ വഹാബികൾ പ്രചരിപ്പിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് അത് കാപട്യമാണെന്ന് പറയാനുള്ള കാരണം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നേർരേഖ എന്താണ്, ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ അടിത്തറ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഇസ്ലാമിലെ ഇസ്ലാഹ് എങ്ങനെയാണോ പൂർവികർ നടപ്പാക്കിയത് അതുപോലെയാണ് പിൽക്കാലത്തുള്ളവരും ആ നവോത്ഥാനത്തെ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇവിടെ നവോത്ഥാനം നടപ്പിലാക്കിയ ആളുകളുണ്ട്. അതാരാണ്? മഖ്ദൂമുമാരാണ്, സാദാത്തുക്കളാണ്, കോഴിക്കോട് ഖാദിമാരാണ്. അങ്ങനെ സ്വഹാബിമാർ വരെ എത്തുന്ന ഒരു പാരമ്പര്യ കണ്ണിയാൻ. അവരെ ആക്ഷേപിച്ചുകൊണ്ട് വഹാബികൾ കൊണ്ടുവന്ന നവോത്ഥാനം എവിടെയാണ്? ഇത് വക്കം മൗലവി ചിന്തകൾ, രചനകൾ എന്ന പേരിൽ മുജാഹിദുകൾ കേരളത്തിൽ വഹാബി നവോത്ഥാനം കൊണ്ടുവന്ന ആളുകളെ പരിചയപ്പെടുത്തി എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇസ്ലാമിക പരിഷ്കരണം വക്കം മൗലവി രൂപം കൊള്ളുകയാണ്. 21 ശേഷം വക്കം മൗലവി വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയധാര സ്വീകരിച്ച് രംഗപ്രവേശനം ചെയ്യാനുള്ള പശ്ചാത്തലം ഉണ്ടായത് എങ്ങനെയാണ്? ഔദ്യോഗിക വിദ്യാഭ്യാസം ലഭിക്കാതെയാണ് വക്കം മൗലവി തന്റെ വൈജ്ഞാനിക ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതരുടെയും ഭാഷാ പണ്ഡിതരുടെയും അധ്യാപനം വീട്ടിൽ വെച്ച് തന്നെ നേടിയ വക്കം മൗലവി താമസിയാതെ അറബി ലോകത്ത് നടന്നു തുടങ്ങിയ ഇസ്ലാമിക പരിഷ്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈജിപ്തിൽ നിന്നും വായിക്കുവാനായി ലഭിച്ച അൽമനാറിലൂടെയാണ്. സഹോദരന്മാരെ, ഈ 21 വഹാബികൾ കൊണ്ടുവന്ന നവോത്ഥാനം അവർക്ക് എവിടുന്ന് കിട്ടിയതാണ്? സ്വഹാബിമാർ മുതൽ 21 വരെയുള്ള മുസ്ലിം കൈരളിയിൽ നിന്നല്ല, പിന്നെ ഈജിപ്തിൽ നിന്നാണ്. അതിന്റെ നിമിത്തം ഏതാണ്? അൽമനാറാണ്. ആരാണ് ഈ അൽമനാർ പ്രസിദ്ധീകരിച്ചിരുന്നത്? സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്, ഷെയ്ഖ് മുഹമ്മദ് അദ്ദുവാണ്, സയ്യിദ് റഷീദ് യുലയാൻ. 3 പേരും ഒരേ വിഷയം വ്യത്യസ്ത രീതിയിലൂടെ അവതരിപ്പിച്ചവരായിരുന്നു. ഇതിൽ അഫ്ഗാനിയെ വക്കം മൗലവി പ്രത്യേകമായി ഉദ്ധരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പൊ ഈജിപ്തിൽ നിന്ന് വന്ന അൽമനാർ, മുഹമ്മദ് അദ്ദു, റഷീദ് തുടങ്ങിയ ആളുകൾ ഇവരായിരുന്നു വഹാബികളുടെ നേതൃത്വം. ഇനി ആരാണ് ഈ അദ്ദു അഫ്ഗാനിമാർ എന്ന് നിങ്ങൾ നോക്കൂ. മുജാഹിദുകളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഈ അൽമനാർ പ്രസിദ്ധീകരിച്ചിരുന്ന അദ്ദു അഫ്ഗാനിമാരൊക്കെ ആരാണ്? അവർ മുസ്ലിമീങ്ങളായിരുന്നില്ല, അവർ സലഫികളായിരുന്നില്ല, അവർ ഒന്നാന്തരം യുക്തിവാദികളായിരുന്നു എന്ന് ഒരു മുജാഹിദ് മൗലവി തന്നെ പറയുകയാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ഒക്കെ വലിയ മുന്തിയ സലഫികളാണെന്നാണ് നമ്മളെ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. നിങ്ങളെ പല ആളുകളും അല്ല, നിങ്ങളെല്ലാവരും അതാ മനസ്സിലാക്കിയത്. കാരണം നാളിതുവരെ കഴിഞ്ഞ 80 കൊല്ലം നിങ്ങൾ ഞങ്ങൾക്ക് ഷാഫി ഇമാമിനെ പോലെ നിങ്ങൾക്ക് ഇമാമുമാരായി നിങ്ങൾ പ്രതിഷ്ഠിച്ചത് ഈ കരിഞ്ചന്തകളെയാണ്. ഞാനും അങ്ങനെ മനസ്സിലാക്കിയ ആളാണ്. ഉറപ്പല്ലേ? വഹാബി നുതുഫയിൽ ജനിച്ച് അങ്ങനെ മരിച്ച ഒരാൾ അതിന്റെ അപ്പുറം എന്താ മനസ്സിലാക്കുക? പക്ഷേ പിന്നീട് മനസ്സിലായി. അതാണ്, പിന്നീടാണ് വഹാബിയാക്കത് മനസ്സിലായത്. കേരളത്തിലെ പാരമ്പര്യ ഉലമാക്കൾക്ക് 921 ഈ കരിഞ്ചന്ത വന്നപ്പോഴേ മനസ്സിലായി ഇത് സാധനം ഇസ്ലാമല്ല. ജമാലുദ്ദീൻ അഫ്ഗാനി സലഫിയല്ല, അയാളെ ശിഷ്യനായ മുഹമ്മദ് അബ്ദു സലഫിയല്ല. അവരാണ് സഹോദരന്മാരെ ഈ അൽമനാർ പ്രസിദ്ധീകരിച്ചിരുന്നത്. ആ അൽമനാറിൽ എന്താണ് ഉണ്ടായിരുന്നത്? അഖലാനിയത്താണ്, തനിച്ച യുക്തിവാദമാണ്. ആ യുക്തിവാദത്തെയാണ് 21 ശേഷം നവോത്ഥാനമായി പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് സുന്നി പണ്ഡിതന്മാർ അത് കാപട്യമാണ്, ഇസ്ലാമിക നവോത്ഥാനമല്ല എന്ന് പറയുന്നത്. എന്നാൽ ആ പറഞ്ഞതിനെ കുറിച്ച് മുജാഹിദ് മൗലവി വിശദീകരിക്കുകയാണ്, ഇത് നവോത്ഥാനമല്ല എന്ന് ആർക്കും പറയാൻ കഴിയൂല, ഈ മുസ്ലിയാക്കന്മാർക്കല്ലാതെ. അതിന് ആരാണ് മൂപ്പർക്ക് തെളിവ് നിറങ്ങൾ? അത് അതിനേക്കാളും വലിയ രസമാണ്. നമ്മൾ ഇവിടെ ഇസ്ലാമിക നവോത്ഥാനമാണ് ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിക നവോത്ഥാനത്തിൽ
നവോത്ഥാനമായി കാണുന്നത് നിരീശ്വരവാദികൾക്ക് നവോത്ഥാനമാകണമെന്നില്ല. ഇന്ന് നമ്മുടെ നാടുകളിൽ ലിബറൽ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പലരും ആരോപിക്കുന്ന, അല്ലെങ്കിൽ പലരും അങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇസ്ലാമിന്റെ നവോത്ഥാനം ചർച്ച ചെയ്യുമ്പോൾ ഒരു അണുമണി തൂക്കം വഹാബികളെയാണ് അത്തരം ലിബറൽ വാദികളൊക്കെ പിന്തുണക്കാന്നുള്ളത് ഉറപ്പല്ലേ? അങ്ങനെയുള്ള ചില തെളിവാണ് ഇസ്ലാമിക നവോത്ഥാനം ഏത് എന്ന് തീരുമാനിക്കാൻ മൗലവി കൊണ്ടുവരുന്നത്. ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണ്. അതാണ് ഗവേഷണം നടത്തിയത്. എവിടുന്ന നാളിതുവരെയായി നിങ്ങൾ തന്നെ എഴുതി വെച്ച നിങ്ങളുടെ വാറോല വായിച്ചുകൊണ്ടാണ്. ഇത് പൂർവീകരെ അല്ല ഫോളോ ചെയ്തത്, ഇത് ഈജിപ്തിലെ യുക്തിവാദികളെയാണ് എന്ന് ഞങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയത്. 1920-കളിൽ കേരളത്തിലുണ്ടായ മുസ്ലിം സമൂഹത്തിനിടയിലുണ്ടായ നവോത്ഥാന പ്രവർത്തനം അത് കപട നവോത്ഥാനമാണ്, അതിനെ നവോത്ഥാനം എന്ന് പോലും പറയാൻ പാടില്ല എന്ന്. അതിന്റെ കാരണം ഞാൻ വസ്തുതാപരമായി ഇവിടെ വിശദീകരിച്ചു. അത് യുക്തിവാദികൾ ഇറക്കിയ കരിഞ്ചന്തയാണ്. ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചത് മുസ്ലിമീങ്ങളിൽ നടപ്പിലാക്കാൻ കൊണ്ടുവന്ന കലാപരിപാടിയാണ് എന്ന് നിങ്ങളുടെ തന്നെ വാറോല വെച്ചാണ് ഞാൻ തെളിയിച്ചത്. ആരായി പറയുന്നത്? ആ നവോത്ഥാനത്തിന്റെ തണലിലാണ് ഈ മുസ്ലിയാക്കന്മാർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ആരും റേഷൻ വാങ്ങൽ വഹാബികളെ പൈസ വാങ്ങിയിട്ടല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരുടെ നവോത്ഥാന ചെലവിൽ നമ്മൾ ജീവിച്ചു പോണത് എന്ന് പറഞ്ഞ മൗലവിക്ക് പോലും നിശ്ചയം ഉണ്ടാവില്ല. ആ നവോത്ഥാനത്തിന്റെ തണലിലാണ് ഇവിടെ അന്ന് വിഷയാവതരണം നടത്തിയ അധ്യാപകനുണ്ടല്ലോ, ആ അധ്യാപകൻ സ്കൂളിൽ ജോലി ചെയ്യുന്നത് ഈ നവോത്ഥാനത്തിന്റെ ഫലമാണ്. ഇത് അയാളുടെ ഒരു വിവരക്കേടാണ്. സുന്നി യുവജന സംഘത്തിന്റെ മലപ്പുറം ഈസ്റ്റ് ഭാരവാഹിയായ ഷക്കീർ മാസ്റ്റർ അരിമ്പ്ര എന്ന് പറയുന്ന നമ്മുടെ ഒരു നേതാവ് വാഴക്കാട് നടന്ന മുഖാമുഖത്തിൽ ഇത്തരം നവോത്ഥാനങ്ങൾ ചർച്ച ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ വഹാബി മൗലവി മനസ്സിലാക്കിയത് ഈ മാസ്റ്റർ എന്ന് പറയുന്നതൊക്കെ അറബി മനുഷ്യകളാണ്. ആ മൗലവി എൽ പി സ്കൂളിൽ അർബൻഷിയാണ്. അപ്പൊ എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ഈ അർബൻഷി പരീക്ഷ കൊണ്ടുവന്നത് ഞങ്ങളല്ലേ? അപ്പൊ അങ്ങനെ ഇവരൊക്കെ അർബൻഷി ചെലവിൽ ഞങ്ങളെ ചെലവിലാണ് ശമ്പളം വാങ്ങുന്നത്. അതൊക്കെ നന്നായി പഠിച്ച് മട്ടം പോലെ ജോലി ചെയ്യുന്ന മാഷുമാരാണ്. അതിൽ നിങ്ങളെ ചെലവുകൾ തരേണ്ടതില്ല. ഇല്ലെങ്കിൽ പോയി നോക്കണം, കേരളത്തിന് പുറത്ത് എത്ര ആളുകളുണ്ട്, കേരളത്തിന് പുറത്ത് എത്ര ആളുകളുണ്ട് ഇങ്ങനെ സർക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെന്ന് മുസ്ലിം സമുദായത്തിൽ. സർക്കാർ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലക്ഷദ്വീപില് ആകെ 4, 3, 7 മുജാഹിദ് ഉണ്ടാകുള്ളൂ. അവിടെ എത്രങ്ങാനും മുസ്ലിം സർക്കാർ ജോലിയിലുണ്ട്. ഇതൊക്കെ ഇപ്പൊ വഹാബികളെ ചെലവാന്ന് പറയാൻ പറ്റുമോ? സാമൂഹികമായി ഉണ്ടാകുന്ന വികാസങ്ങൾ, ആ വികാസങ്ങൾ എല്ലാ വിഷയത്തിലും ഈ കൊച്ചു കേരളം എന്ന സംസ്ഥാനം, ഈ സംസ്ഥാനത്ത് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാത്ത ജനങ്ങൾ ഏറെ മുന്നിലാണ്. ആ മുന്നിലായത് മുഴുവൻ ഈ എട്ടുകാലി മമ്മൂഞ്ഞാളെ കൊണ്ടാന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ വിരോധാഭാസവും വിവരക്കേടും വേറെ എന്താണ്? വിദ്യാഭ്യാസം നേടിയവർ എത്രയുണ്ട് എന്നൊന്ന് പരിശോധിച്ചു നോക്കണം. എന്നിട്ട് വേണം ഇത് കപട നവോത്ഥാനമാണെന്ന് പറയാൻ. അതൊക്കെ ഞങ്ങൾ പരിശോധിച്ച് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നീണ്ടു നിവർന്ന് കിടക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്തി നടപ്പിലാക്കി നടത്തിക്കൊണ്ടുപോകണമല്ലോ ഞങ്ങൾ. നിങ്ങൾക്ക് എത്ര ഉണ്ട്? നിങ്ങൾക്ക് മലപ്പുറം ജില്ലന്റെ അപ്പുറത്ത് ആരൊക്കെ പരിചയമുണ്ട്? ഏതൊക്കെ മുസ്ലിമീങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ട്? ചുമ്മാ നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. അപ്പൊ ഇതൊക്കെ പാടെ നിങ്ങളെ ചെലവിലാന്ന് പറഞ്ഞാല് എട്ടുകാലി മമ്മൂഞ്ഞി എന്നല്ലാതെ എന്താ ഇതിനെ കുറിച്ച് പറയാ? ഈ നവോത്ഥാനത്തെ ആരാണ് നിഷേധിച്ചത്? ഈ തലപ്പാവധാരികളല്ലാതെ തലക്കകത്ത് ബുദ്ധിയുള്ള, പഠനമുള്ള, ചിന്താശേഷിയുള്ള ആരെങ്കിലും ഈ നവോത്ഥാനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഈ തലക്കകത്ത് കേവലം ബുദ്ധി പോരാ, ആ ബുദ്ധിയെയും ഇസ്ലാമിനെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന തലപ്പാവുള്ളവർ, ആ തലപ്പാവുള്ളവരുടെ പിറകിൽ നിൽക്കുന്ന മുസ്ലിമീങ്ങൾ, അവർക്ക് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ കേവല യുക്തിയല്ല, അത് ഇസ്ലാമിക യുക്തിയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇസ്ലാമിക നവോത്ഥാനം പറയുന്നത് കേവല യുക്തി വെച്ചുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് അതിനെ നവോത്ഥാനമായി കാണാനും കഴിയില്ല. കേരളത്തിൽ മുസ്ലിമീങ്ങളല്ലാത്ത മറ്റു പല മതങ്ങളിലും ജീർണതകൾ ഉണ്ടായിട്ടുണ്ട്. മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്പലക്കുളത്തിൽ ഇറങ്ങാൻ അനുമതിയില്ലാത്ത പാവപ്പെട്ട ജനവിഭാഗം ഉണ്ടായിട്ടുണ്ട്. ആ ജനവിഭാഗങ്ങൾക്കൊക്കെ വേണ്ടി ശ്രീനാരായണ ഗുരുവിനെ പോലെ, അയ്യങ്കാളിയെ പോലെ പരിഷ്കർത്താക്കൾ ആ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇലാഹിയായ ഒരു മതം അല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിഷ്കരണത്തിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ആ മതങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള ജീർണത മുസ്ലിമീങ്ങളിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇസ്ലാം ഒരു ഇലാഹിയായ പ്രസ്ഥാനമാണ്. പക്ഷേ മുസ്ലിമീങ്ങളിലും അങ്ങനെ ചില നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരിഷ്കരണങ്ങൾ ആവശ്യമായി വന്നിട്ടുണ്ട് എന്ന് വരുത്തുന്നവരുടെ ആവശ്യം ഇസ്ലാമും മറ്റു മതങ്ങളെ പോലെയാണ് എന്ന് വരുത്തുകയാണ്. രണ്ടാമത്, ഇവിടെ ഈ വഹാബികൾ കൊണ്ടുവന്ന നവോത്ഥാനം കേവല യുക്തിവാദമാണ്. അതുകൊണ്ട് തന്നെ മതം എന്ന വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക നവോത്ഥാനത്തെ വിലയിരുത്താത്ത ആളുകൾക്ക് സ്വാഭാവികമായും അതാണ് കുറച്ചുകൂടി ബെറ്ററായ നവോത്ഥാനം ഇസ്ലാം എന്ന് തോന്നാനും സാധ്യതയുണ്ട്. ഞാനൊരൊറ്റ ഉദാഹരണം മാത്രം കൽപ്പിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗം. അപ്പോ ഇസ്ലാമിക നവോത്ഥാനം ചർച്ച ചെയ്യാൻ മൗലവി കൊണ്ടുവരുന്നത് ആരെയാണ്? CPM-ന്റെ കേന്ദ്ര പോളിറ്റ് മെമ്പറായ ശ്രീ പിണറായി വിജയനെയാണ്. സഹോദരന്മാരെ, പിണറായി വിജയന്റെ നവോത്ഥാനം ഇസ്ലാമിക വീക്ഷണത്തിന് വിട്ടുകൊടുത്താൽ എങ്ങനെയുണ്ടാകും? വഹാബികൾ കടിച്ചു കുടിച്ചതുപോലും ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പുറത്തു വരൂലേ? ഇനി പിണറായി വിജയൻ പ്രസംഗിച്ചത് തന്നെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത്? അദ്ദേഹം പറഞ്ഞു, ചാലിലകത്ത് എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെട്ട പൗരാണിക പണ്ഡിതന്മാരുടെ പലരുടെയും ഗുരുവര്യരായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രവർത്തനവും മുസ്ലിം വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിസ്മരിക്കാനാവുന്നില്ല. മദ്രസ വിദ്യാഭ്യാസ രംഗത്താണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം നടന്നത്. അപ്പോ ചാലിലകത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനം ഉഷാറാണ്. ചാലിലകത്ത് കുറെ വിദ്യാഭ്യാസ പ്രവർത്തനമൊക്കെ നടത്തിയിരിക്കണം എന്ന് വന്നാൽ സഹോദരന്മാരെ, അതെങ്ങനെയാണ് വഹാബികൾക്ക് ലാഭമുള്ള പരിപാടിയാവുക? എന്തുകൊണ്ട് വഹാബി പുരോഹിതന്മാർ ആ ചാലിലകത്തിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ചാലിലകത്തിനെ കുറിച്ച് വഹാബി പുരോഹിതന്മാർ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു വഹാബി അല്ല എന്നാണ്. ഉദാഹരണത്തിന് ഡോക്ടർ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി ചാലിലകത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് എഴുതി വെക്കുന്നത് കാണാം, ചാലിലകത്ത് ഒരു വഹാബി ആയിരുന്നില്ല, ഒരു
ഇസ്ലാഹി പ്രവർത്തകനായിരുന്നില്ല. അതേ ചാലിലകത്തിനെ കുറിച്ച് വെളിയങ്കോട്ടം മൗലവി പറയണേ, അദ്ദേഹം ഒരിക്കലും ഒരു വഹാബി പണ്ഡിതനായിരുന്നില്ല, സലഫി പണ്ഡിതനായിരുന്നില്ല. പിന്നെ ചാലിലകത്ത് ആരാണ്? അൽ ഇസ്ലാഹി എന്ന് പറയുന്ന വഹാബി പ്രസിദ്ധീകരണത്തിൽ ഉമർ മൗലവി എഴുതിയ ഈ ലേഖനത്തെ ശരിവെച്ചുകൊണ്ട് പറയണേ, ആ ചാലിലകത്ത് സുന്നിയായിരുന്നു, ഒരു പാരമ്പര്യ പണ്ഡിതനായിരുന്നു, ഒരിക്കലും അദ്ദേഹം ഒരു സലഫി പണ്ഡിതനായിരുന്നില്ല. അപ്പൊ ആ ചാലിലകത്തിനെ കുറിച്ച് പിണറായി വിജയൻ ഒരു പരിഷ്കർത്താവാണ്, നവോത്ഥാന നായകനാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വഹാബി നവോത്ഥാനത്തിന്റെ അക്കൗണ്ടിലേക്ക് വരിക എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. മാത്രമല്ല 1919 ചാലിലകത്ത് മരണപ്പെടുന്നത്. ആ ചാലിലകത്തിന്റെ ജീവിതകാലത്ത് ഇങ്ങനെ ഒരു കരിഞ്ചന്ത കേരളീയ മുസ്ലിമീങ്ങളിൽ കേട്ടിട്ടേ ഇല്ല. വക്കം മൗലവി അന്ന് മുജാഹിദല്ല, കെ എം മൗലവി അന്ന് മുജാഹിദല്ല, അന്നൊരു മുജാഹിദ് സംഘടന കേരളത്തിൽ ഇല്ലതാനും, മുജാഹിദ് ആശയവും കേരളത്തിലില്ല. പിന്നെ എങ്ങനെയാണ് ആ ചാലിലകത്ത് വഹാബി ആവുക? അപ്പൊ അല്ല എന്നതിന് വഹാബികളുടെ പ്രസിദ്ധീകരണവും യുക്തിയും നമുക്ക് തെളിവാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആ നടത്തിയ പ്രസംഗം വഹാബി നവോത്ഥാനത്തിന്റെ അക്കൗണ്ടിലേക്ക് ചേരുന്നതുമല്ല. ഇനി വഹാബികൾ അവരുടെ നവോത്ഥാനമാണ് ശരി എന്ന് പറയാൻ ചെയ്യുന്ന വേറൊരു പണി എന്താണ്? കേരളത്തിൽ പൗരാണികരായ മുസ്ലിമീങ്ങളെ ഒന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിക്കുക. അങ്ങനെ ചിത്രീകരിച്ചിട്ട് ഞങ്ങളാണ് എല്ലാം കൊണ്ടുവന്നത് എന്ന് പരിചയപ്പെടുത്തുക. അങ്ങനെ ഒരു പൊതുബോധം ഈ നാട്ടിൽ മുസ്ലിമീങ്ങൾ അല്ലാത്തവർക്കിടയിൽ പോലും പൗരാണികരായ പണ്ഡിതന്മാരെ കുറിച്ചുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ചില ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും പറയുന്ന ചില വിവരക്കേടുകളും ചില അബദ്ധങ്ങളും ഉണ്ട്. ആ അബദ്ധത്തിന്റെ ഭാഗമായി നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളിൽ ഒരു കാലത്ത് മലയാള ഭാഷ നരകത്തിന്റെ ഭാഷയാണ്, അത് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് സഹോദരന്മാരെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. മലയാളത്തെ നരകത്തിന്റെ ഭാഷയായി വിഭാവനം ചെയ്ത യാഥാസ്ഥിക കാഴ്ചപ്പാടിനെ തള്ളിപ്പറയാനും മലയാളം പഠിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കാനും അദ്ദേഹം തയ്യാറായി. യഥാർത്ഥത്തിൽ ഇതൊരു അബദ്ധമാണ്. കാലങ്ങളായി നവോത്ഥാനത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്കിടയിലും അമുസ്ലിമീങ്ങൾക്കിടയിലും പാടി പറഞ്ഞു പോരുന്ന ഒരു അബദ്ധമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ അങ്ങനെ ഒരു ഫത്വ കൊടുത്തിട്ടില്ല. ഇല്ല എന്ന് മാത്രമല്ല, വെളിയങ്കോട്ട് ഉമർ മൗലവി പോലും മലയാളം പഠിച്ചത് എവിടെ നിന്നാണ്? ഒരു പാരമ്പര്യ പള്ളി ദർശനം ഒരു സുന്നി പണ്ഡിതന്റെ അടുത്ത് നിന്നാണ്. അതാരാ പറയുന്നത്? വെളിയങ്കോട്ട് ഉമർ മൗലവി തന്നെ ഓർമ്മകളുടെ തീരത്ത് എന്ന പേരിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അയാൾ പറയണേ, പള്ളി ദർസിൽ കഴിഞ്ഞുകൂടുന്നതിനിടയിലാണ് ഞാൻ മലയാളം വായിക്കാനും എഴുതാനും ശീലിച്ചത്. അതെങ്ങനെയാണ്? കായംകുളത്തിനടുത്ത് കീരിക്കാട് ദേശത്ത് ഉമർകുട്ടി മൗലവിയെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം എന്റെ സഹപാഠി മാത്രമല്ല ഗുരുനാഥനുമാണ്, മലയാളം പഠിപ്പിച്ച ഗുരു. അപ്പൊ ആരാണ് ഉമർ മൗലവി എന്ന വഹാബി പുരോഹിതനെ മലയാളം പഠിപ്പിച്ചത്? സുന്നി പണ്ഡിതനാണ്. ഉമർകുട്ടി മൗലവി എന്ന് പറയുന്ന സുന്നിയാണ്. ഇനി ആ ഉമർകുട്ടി മൗലവി ആരാ? എന്റെ ഉസ്താദും ആത്മസുഹൃത്തുമായ ഉമർകുട്ടി മൗലവി ഈ ലോകം വിട്ടുപോയി, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ഒരു സുന്നിയായിരുന്നു. അപ്പൊ ഇന്ന് പൗരാണികരായ പണ്ഡിതന്മാര് മലയാള ഭാഷക്കെതിരായിരുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന മൗലവിമാരെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ സുന്നി പണ്ഡിതന്മാരും പാരമ്പര്യ പണ്ഡിതർസുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പൊതുബോധം ഉണ്ടായത്? അത് മൗലവി പറയുന്നുണ്ട് തുടർന്നുകൊണ്ട്, ഇതാണ് കേരളത്തിന്റെ പൊതുബോധം. ഏത്? മലയാള ഭാഷ പണ്ടത്തെ മുസ്ലിമീങ്ങൾ നരകത്തിലെ ഭാഷയാക്കി, ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാക്കി, പൗരാണികർ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊരു പൊതുബോധം മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടെന്ന് മൗലവി തന്നെ തുടരുകയാണ്. ആരായി പറയുന്നത്? മുജാഹിദ് പ്രഭാഷകനല്ല, ഇത് കേരളത്തിന്റെ പൊതുബോധമാണ്. അതെ, ആ പൊതുബോധം എങ്ങനെ ഉണ്ടായത്? ആരാണ് ആ പൊതുബോധം ഉണ്ടാക്കിയത്? സഹോദരന്മാരെ, വസ്തുതാവിരുദ്ധമായ ആ പൊതുബോധം മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇന്നലെ വരെയുള്ള മുസ്ലിമീങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്, കെ എം മൗലവിയും വക്കം മൗലവിയൊക്കെ മുന്തിയ ചരക്കുകളാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതിൽ ഒരു പങ്ക് ബ്രിട്ടീഷുകാരുടെ പ്രചരണമാണ്. അതാരാ പറയുന്നത്? ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന മുജാഹിദ് തന്നെയാണ്. ചരിത്ര ചിന്തകൾ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിൽ അങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള കാരണം അയാൾ പറയുന്നുണ്ട്. അതെന്താണ്? ഞാൻ ഈ ചെറുഗ്രന്ഥം എഴുതാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർ ലൗകിക കാര്യങ്ങളുമായി ബന്ധമില്ലാതെ പള്ളികളിലും മദ്രസകളിലും അടങ്ങി ഒതുങ്ങിയിരുന്ന് ജീവിതം നയിക്കുന്ന ഉപകാരമില്ലാത്ത ജന്തുക്കളാണ് എന്ന് ചിലർ ആക്ഷേപം പുറപ്പെടുവിക്കാറുണ്ട്. കേരളത്തിലും ഒരു കാലത്ത് അങ്ങനെ ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുന്നി സ്ഥാപനങ്ങളുടെ സ്റ്റേജിൽ വന്ന് സുന്നി പണ്ഡിതന്മാർക്ക് സനത് കൊടുക്കാൻ നിൽക്കുമ്പോൾ പണ്ഡിതന്മാർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാണ് എന്ന ചില രാഷ്ട്രീയക്കാർ ആക്ഷേപിച്ചത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചില ആക്ഷേപങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായി. ഈ മൊയ്തു മൗലവി പുസ്തകം എഴുതാനുള്ള കാരണം പറയാണ്. 1940 ജിന്ന സാഹിബ് കൽക്കത്തയിൽ വെച്ച് പറഞ്ഞു, മൗലവിമാർക്ക് രാഷ്ട്രീയമൊന്നും അറിഞ്ഞുകൂടാ, അവരുടെ ശക്തി ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് ജിന്ന പറയാണ്. മുസ്ലിം പണ്ഡിതന്മാരെ ഒന്നിനും പറ്റൂല എന്ന ഒരു പൊതുബോധം ഇവിടെ ഉണ്ടാക്കിയെടുത്തതിന്റെ ഭാഗമാണ് ഇങ്ങനെ പരാമർശങ്ങൾ വന്നത്. അത് തിരുത്തുകയാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു മൊയ്തു മൗലവി പുസ്തകം എഴുതി. അതിനുവേണ്ടി ചില പഠനങ്ങൾ നടത്തി. പഠനം നടത്തിയപ്പോൾ മുസ്ലിമീങ്ങളൊക്കെ ഭയങ്കര ഉഷാറാണ്. മുസ്ലിം പണ്ഡിതന്മാർ രാഷ്ട്രീയമായും സാമൂഹ്യമായും സാംസ്കാരികമായൊക്കെ വലിയ കഴിവും സംഭാവനകളും ഉള്ളവരാണ്. പക്ഷേ ഈ മൊയ്തു മൗലവിക്ക് അത് പറയാനൊരു പ്രയാസം. എന്താണ് പ്രയാസം? ആ പ്രയാസം അയാൾ പറയാണ്. 2 കൊല്ലമായി മാപ്പിള സാഹിത്യ ചരിത്രത്തെ കുറിച്ച് ഞങ്ങൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേരള ജനതയെ അമ്പരപ്പിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. അതിന്റെ സംക്ഷിപ്ത രൂപം വായനക്കാരുടെ മുമ്പിൽ വെക്കാം. ഒരുപാട് ചരിത്രം മുസ്ലിം പണ്ഡിതന്മാർ വലിയ സംഭവങ്ങളാണെന്ന് തെളിയിക്കുന്നത് മൗലവിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങളോട് പറയാനൊരു പേടി. എന്താണ്? അവിടെ ഒരു വിഷമം. അക്ഷരജ്ഞാനം പോലും ഇല്ലാതെ അതപ്പതിച്ചു കിടക്കുന്ന ഒരു ജനതയാണ് മാപ്പിളമാരെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ തുടർച്ചയായ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ പൊതുബോധം ഉണ്ടാക്കിയത് ആരാണ്? മൗലവിമാർ പറയുന്ന ഈ പൊതുബോധം നിരീശ്വരവാദികളും നിർമ്മിതവാദികളും ഒക്കെ ആയ ആളുകളിലേക്ക് ഇങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ആശയ പ്രചരണത്തിന്റെ ഭാഗമാണ്. അത് ബ്രിട്ടീഷുകാരിൽ മാത്രം ഒതുങ്ങി നിന്നോ? ഇല്ല. അവസാനം മാപ്പിളമാർ തന്നെയും ആ പ്രചാരണത്തിൽ കുടുങ്ങി. ആ ധാരണ വെച്ചു പുലർത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ മാപ്പിളമാർക്ക് മഹത്തായ ഒരു സാഹിത്യപാര്യമുണ്ട്, പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വലിപ്പം നടിക്കുകയാണെന്നോ അല്ലെങ്കിൽ അല്പമുള്ളത് എന്തോ ഊതി വീർപ്പിച്ച് കാണിക്കുകയാണെന്നോ മാത്രമേ ലോകം ധരിക്കുകയുള്ളൂ. അപ്പൊ മൗലവി പറഞ്ഞ ഈ പൊതുബോധം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളല്ലാത്ത പൊതുപ്രവർത്തകന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ മുമ്പിൽ മുസ്ലിം പണ്ഡിതന്മാർ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന പൊതുബോധം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അത് ഏറ്റുപിടിച്ചത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി 21 വന്ന മൗലവിമാരാണ്. ആ പൊതുബോധത്തിലാണ് ഇന്നും വഹാബി നവോത്ഥാനമാണ്,
ഇസ്ലാമിന്റെ നവോത്ഥാനമെന്നും അതിന്റെ മുമ്പുള്ളതെല്ലാം വ്യാജമാണ് എന്നും വഹാബികൾ സഹോദരന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഹാബികൾ പറയും 21-ന്റെ ശേഷമാണ് ഇവിടെ എല്ലാം ഉണ്ടായത്. അപ്പൊ നമ്മൾ പറയും അല്ല, 21-ന്റെ മുമ്പുള്ള മുസ്ലിം പണ്ഡിതന്മാരും സാദാത്തുക്കളും വലിയ കഴിവുള്ളവരാണ്, അവർ സ്വാതന്ത്ര്യ സമരം നടത്തിയവരാണ്, അവർ രാഷ്ട്രീയ പോരാട്ടം നടത്തിയവരാണ്, ഇസ്ലാമിക നവോത്ഥാനം എന്താണോ അതൊക്കെ ഉള്ളവരായിരുന്നു ഇവർ എന്ന് നമ്മൾ പറയുമ്പോൾ മൗലവിമാർക്ക് വേറൊരു ന്യായീകരണമാണുള്ളത്. മമ്പറം തങ്ങൾ എങ്ങനെ ഞങ്ങൾ ആളാകുക? മമ്പറം തങ്ങൾ 20-ന്റെ മുമ്പുണ്ടായിരുന്ന ആളല്ലേ, ഈ സമസ്ത ഉണ്ടായത് 26-ലല്ലേ എന്നാണ് നമ്മുടെ ഒരു നേതാവിന്റെ പ്രഭാഷണം കേൾപ്പിച്ച് മൗലവി പറയുന്ന ന്യായീകരണം. സമഗ്രമായ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണല്ലോ നവോത്ഥാനത്തിന്റെ അർത്ഥം. വിശ്വാസപരമായും വിദ്യാഭ്യാസപരമായും ഭാഷാപരമായും ഭരണപരമായും ഇങ്ങനെയുള്ള വ്യത്യസ്ത സ്വത്വങ്ങൾ അവിടെ ഉണ്ടാകുന്ന ഉണർവിനെയാണല്ലോ നവോത്ഥാനം എന്ന് അടയാളപ്പെടുത്തുന്നത്. അപ്പൊ ഈ നവോത്ഥാനം, ആ നവോത്ഥാനം 21-ന്റെ മുമ്പ് ഇടതടവില്ലാതെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം മണിക്കൂറോളം അവിടെ സവിസ്തരം ചരിത്ര പിൻബലം വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അതിനെ ഒന്നും ഗണ്ണിക്കാൻ മൗലവിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മൗലവി അതിനൊരു ന്യായീകരണം പറയാണ്. വിശ്വാസപരമായും ആദർശപരമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഒക്കെയുള്ള ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ഈ നവോത്ഥാനം എന്ന് പറയുന്നത് എന്നാണ്. അതെ, അതിന് ചരിത്രപരമായി കാര്യകാരണങ്ങൾ വെച്ച് വസ്തുതകൾ ചൂണ്ടിക്കാട്ടി മണിക്കൂറോളം അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ആ ചരിത്ര പിൻബലങ്ങൾ മൗലവി തൊട്ടിട്ടില്ല. ആ നവോത്ഥാനം എപ്പോഴാണ് ഉണ്ടായത്? ആ നവോത്ഥാനം എങ്ങനെയാണ് ഉണ്ടായത്? അത് ഹിജ്റ 5 മുതൽ ഉണ്ടായതാണ്. അത് മഖ്ദൂമുമാരിലൂടെയും അതുപോലെ കോഴിക്കോട് ഖാദിമാരിലൂടെയും ഹളർമൗത്തിലെ സാദാത്തുകളിലൂടെയും ഒക്കെ ഘട്ടം ഘട്ടമായി പരിപോഷിപ്പിച്ചതും വളർത്തിയെടുത്തതും വികസിപ്പിച്ചതുമാണ്. ഇവർ ചിലപ്പോൾ വലിയ അവകാശവാദം പറയുന്നത് കാണാം. മമ്പതങ്ങൾ ഉണ്ടായിട്ടില്ലേ, അതേപോലെ ആളുകൾ ഉണ്ടായിട്ടില്ലേ, അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടില്ലേ? ഉണ്ട്. അതൊക്കെ സമസ്ത ഉണ്ടാകുന്നതിന് മുമ്പാണ്. അതിനാണ് ന്യായീകരണം എന്ന് പറയാം. സഹോദരന്മാരെ, സമസ്ത ഉണ്ടാകുന്നതിന്റെ മുമ്പാണ് മമ്പറങ്ങൾ ഉണ്ടായത്, ഉമർ ഖാദി ഉണ്ടായത്, അലി മുസ്ലിയാർ ഉണ്ടായത്, മഖ്ദൂമുമാരുണ്ടായത്. സമസ്ത എന്തിനാ ഉണ്ടായത്? മഖ്ദൂമുമാരും അലി മുസ്ലിയാരും കോഴിക്കോട് ഖാദിമാരൊക്കെ ഇവിടെ മതമായി അനുഷ്ഠിച്ചതിനെ അങ്ങനെ പ്രചരിപ്പിക്കാനുണ്ടായതാണ്. അവരെ എങ്ങനെയാണ് നമ്മളുമായി ബന്ധപ്പെടുന്ന മൗലവിന്റെ സംശയം. അവരെന്താണോ മതമായി പറഞ്ഞത്, അവരെന്താണോ ഇസ്ലാമിന്റെ നവോത്ഥാനമായി കണ്ടത്, അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇസ്ലാമിന്റെ നവോത്ഥാനമായി പറയുന്നത്. എന്നാൽ നിങ്ങളോ 21-ന്റെ മുമ്പ് ഇവിടെ ഗ്രഹണമായിരുന്നു, ഇരുട്ടായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഇപ്പോഴും നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ മമ്പറം തങ്ങളെ ഞങ്ങളുടെ മുൻഗാമിയായി ഉയർത്തി കാണിക്കുന്നത്. 1926-ലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാകുന്നത്. 1926 ഉണ്ടായ സമസ്ത 100-ാം വാർഷികം ആഘോഷിക്കാണ് രണ്ട് കൂട്ടർ. അതാണ് 100 കൊല്ലം ഞങ്ങൾക്കായിട്ടുണ്ട്. ഈ 100 കൊല്ലം ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഉമർ ഖാദി പഠിപ്പിച്ച ഇസ്ലാമിക നവോത്ഥാനമാണ്, മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ച നവോത്ഥാനമാണ്. സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒക്കെ ഞങ്ങൾക്ക് അതാണ് നവോത്ഥാനം. നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് ഘടകവിരുദ്ധമായി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നവോത്ഥാനമാണ്. ഇനിയോ സഹോദരന്മാരെ, ഇതിൽ രസമുണ്ട്. നമ്മളോട് എങ്ങനെയാണ് ഈ മമ്പറം തങ്ങളും അതുപോലെ ഉമർ ഖാദിയൊക്കെ നിങ്ങൾ ആളാകണേ? നിങ്ങൾ 26-ലല്ലേ ഉണ്ടായത്, ഓരൊക്കെ അതിന്റെ മുമ്പ് മരിച്ചു പോയിട്ടില്ലേ എന്ന് ചോദിക്കണ ഇതേ മൗലവിമാരാണ് 20-ലുണ്ടായ ഐക്യസംഘത്തിന്റെ നേതാവായി 1919-ൽ മരിച്ച ചാലിലകത്തിനെ ചൂണ്ടിക്കാണിക്കുന്നത്, 1912-ൽ മരിച്ച മത്തി തങ്ങളെ ഞങ്ങളെ നേതാവാന്ന് പറയുന്നത്. അല്ലെങ്കിലും ഈ ചോദ്യത്ര വിവരക്കേടാ. ഈ ചോദ്യത്തിനനുസരിച്ചാണെങ്കിൽ പിന്നെ ഇബ്നു തൈമിയ്യ എങ്ങനെ അബ്ദുൽ നേതാവാകുക, ഇബ്നു അബ്ദുൽ വഹാബ് എങ്ങനെ ഇവരെ നേതാവാകുക? അപ്പൊ അവരെ വിഷയം പറയുന്നത് ഒലക്കെ കടത്തി വെക്കാണ്. നമ്മൾ പറയുമ്പോൾ ഒലക്കെ നിർത്തി വെച്ചെന്റെ നെല്ല് മൂടൻ എന്ന് പറയുന്നത് ന്യായീകരണമാണ്. അപ്പൊ അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ പേരിൽ വഹാബികൾ കൊണ്ടുവന്നത് കപട നവോത്ഥാനമാണ്.